ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വിഷു വ്ളോഗാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ കണിക്കൊന്ന വലിക്കാനായിട്ട് നമ്മുടെ വീടിനടുത്തുള്ള പാടത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഏട്ടന്മാരും ഞാനും എല്ലാവരും കൂടി രാവിലെ തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 1-2 മരത്തിൽ നിന്നാണ് നമുക്ക് പൂക്കൾ കിട്ടിയത്. അപ്പോൾ പൂക്കളുമായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അടുത്തത് നമുക്ക് പടക്കം മേടിക്കാൻ പോയാലോ? ഇത് ഒലോക്കോടാണ് കേട്ടോ. ഇവിടെ വേലായുധൻ ഓലപ്പടക്കം കിട്ടും. അപ്പോൾ അതും നമ്മൾ മേടിച്ചിട്ട് ബാക്കി പടക്കങ്ങൾ വേറെ സ്ഥലത്ത് നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തില്ല. ഇനിയാണ് നമ്മൾ പ്രധാന കാര്യത്തിലേക്ക് കിടക്കുന്നത് കേട്ടോ. അതായത് വേറൊന്നുമല്ല, വിഷുക്കണി ഒരുക്കൽ. ഞാനാണ് കേട്ടോ ഒരുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അമ്മയുണ്ട്, എന്നാലും ഞാൻ ഒരുക്കാറുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തു കേട്ടോ ഇത് കണി ഒരുക്കാൻ വേണ്ടിയിട്ട്. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നി. അങ്ങനെ വിഷുക്കണി കണ്ടു കഴിഞ്ഞപ്പോഴാണ് കൈനീട്ടം തരാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഏട്ടനൊക്കെ വിളിക്കുന്നത്. നമുക്ക് ഈ വിഷു എന്ന് പറയുമ്പോൾ പ്രത്യേകം ഒരു സന്തോഷം തരുന്നതാണ് ഈ കൈനീട്ടം വാങ്ങിക്കുക എന്ന് പറയുന്നത്. കാരണം എന്താ, കാശല്ലേ കിട്ടാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരുടെയും കൈനീട്ടം വാങ്ങിച്ചു കേട്ടോ. അച്ഛൻ, അമ്മ, ഏട്ടൻ, പിന്നെ വേറെ വലിയമ്മ, തൊട്ടടുത്ത ഏട്ടന്മാരെല്ലാവരും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒന്നും വീഡിയോ എടുത്തില്ല. കുറേ കൈനീട്ടം കിട്ടി കേട്ടോ. ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാ? പടക്കം പൊട്ടിക്കാൻ. പടക്കമില്ലാതെ വിഷു ഇല്ലല്ലോ. വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മലയാളികളുടെ ഒരു ഹരമാണ് ഈ പടക്കം പൊട്ടിക്കുക എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളും ഇതാ പൊട്ടിക്കാൻ തുടങ്ങി. തൊട്ട വീട്ടുകാരും നമ്മളും എല്ലാവരും കൂടി ചേർന്നൊരു പടക്കം പൊട്ടിക്കൽ. കുറച്ചൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ബാക്കി ഇന്ന് രാത്രിയും കൂടി പൊട്ടിക്കാൻ അവരുടെ എടുത്ത് വെച്ചു. എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ പടക്കം എല്ലാം പൊട്ടിച്ചിട്ട് എൻജോയ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ ഏട്ടൻ ബക്കറ്റിൻ്റെ ഉള്ളിൽ ചീനിപ്പടക്കങ്ങൾ നിറയെ ഇട്ടിട്ട് ഒന്നിച്ച് അങ്ങോട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. നല്ല ശബ്ദം ഉണ്ടായിരുന്നു. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ അമ്പലത്തിക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. വീടിനടുത്തുള്ള ഒരു അമ്പലം തന്നെയാണ്, ശ്രീ വളയപ്പള്ളി ഭഗവതി ക്ഷേത്രം എന്ന് പറയും. നമ്മളും ഏട്ടൻ്റെ ഫ്രണ്ട്സ്മാരും എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് പോയി തൊഴുതി. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്